പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പം മഴയുടെ ഭാരമൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും കടന്നു വരുവാൻ കഴിയുന്നില്ല. നമ്മുടെ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ശക്തമായ മഴയും പ്രയാസവുമാണ്. റോഡുകൾ, ഞാൻ മുമ്പേ ഒരു വാർത്ത കേട്ടു, 2018 വെള്ളത്തിൽ വീടിന് കയറാത്ത വീടുകളിൽ വെള്ളം കയറിയെന്ന് കേൾപ്പാനിടയായി തീർന്നു. അത്രമാറ്റം ഭാരമാണ്. അനേക വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നു. അവിടെയെല്ലാം ദൈവം നമ്മെ പരിപാലിക്കുക. മേഘസ്ഫോടനമുണ്ടായാണ് ഈ മഴകളുണ്ടാകുന്നത്. മേഘസ്ഫോടനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഭാഗത്ത് മഴക്കാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി ശക്തമായ മഴ കണ്ടിന്യൂസ് 3 മണിക്കൂർ നിൽക്കാതെ പെയ്തു. അങ്ങനെയാണ് ആ വെള്ളപ്പൊക്കം ഉണ്ടായത്. ടെമ്പോ ട്രാവലറൊക്കെ ഒഴുകിപ്പോകുന്നത് പലരും നമ്മൾ കാണാനിടയായി. ദൈവം നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ദയക്കായി സ്തോത്രം. ഞായറാഴ്ച മാത്രമല്ല സഭായോഗം. സഭ എപ്പോൾ കൂടിയാലും എന്താണ്? സഭായോഗമാണ്. സഭ എപ്പോൾ കൂടിയാലും സഭായോഗമാണ്. തിരുവചനം പറയുന്നു, സഭായോഗത്തെ ഉപേക്ഷയായി എന്ത് ചെയ്യരുത്? വിചാരിക്കരുത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സഭായോഗത്തെ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഏതെങ്കിലും സാഹചര്യത്തിൽ വരാൻ പറ്റിയാൽ നമ്മൾ വരണം. നമ്മുടെ മീറ്റിങ്ങുകൾ ഒന്നും നമ്മൾ വില കുറഞ്ഞ് കാണരുത്. ആരാധനയും സഭായോഗവും അതിനേക്കാളിൽ വലുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല കേട്ടോ. ആരാധനയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ആരാധനയേക്കാൾ വലുതല്ല കണ്ടത്തിന് വരമ്പിടുന്നത്. ആരാധനയേക്കാൾ വലുതല്ല കൊയ്ത്തും മെതിയും. ആരാധനയേക്കാൾ വലുതല്ല പുരവണി. അപ്പം നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനു വേണ്ടി നമ്മളങ്ങ് നമ്മുടെ സമയം മാറ്റിവെക്കും. ഹല്ലേലൂയ. നമ്മളത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വലുപ്പവും അവൻ്റെ ജ്ഞാനവും അവൻ്റെ അറിവും എല്ലാം ഒന്ന് വിചാരിച്ചാൽ എത്ര വലുതാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോഴും ചിന്തിച്ചു, എന്ത് പെട്ടെന്നാണ് നമ്മുടെ വയസ്സ് ഓടിപ്പോകുന്നത്. വയസ്സ് അതിവേഗം ഓടിപ്പോയേക്കുക. ഇവിടെ ഇരിക്കുന്നതിൽ 99% ആളുകളും വയസ്സന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. അതിവേഗം ഓടിപ്പോവുക. പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെറുപ്പമായിട്ടായിരിക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുക. ഹല്ലേലൂയ. അതിവേഗം വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നാമും ഇവിടെ നിന്ന് കടന്നു പോകും. സ്തോത്രം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ് ഇന്ന് പകലിൽ പ്രാരംഭമായി വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് 20:5. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. പ്രൈസ് ലോർഡ്. പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രാത്രിയിലും അല്പസമയം ചിന്തിച്ചു. ക്രിസ്തീയ പ്രത്യാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുനരുത്ഥാനമെന്ന് പറയുന്നത്. റാപ്ചർ, ഉൾപ്രാപണം. കാരണം നമ്മുടെ എല്ലാം ഓട്ടോ അധ്വാനം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഓടുന്നതിൻ്റെ അധ്വാനിക്കുന്നതിൻ്റെ എല്ലാം മെയിനായ കാര്യം കർത്താവിൻ്റെ പുനരുത്ഥാനത്തോട്, ആ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാകണം, ഭാഗ്യവാനാകണം. അതുമാത്രമാണ് ഭാഗ്യം. ഹല്ലേലൂയ. അതല്ലാതെ വേറെ ഒന്നും ഭാഗ്യമല്ല. ഈ ലോകത്തിലെ കാര്യങ്ങൾ, സ്തോത്രം, ഒന്നും താൽക്കാലികമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം കണ്ടു. ഗൾഫിൽ നിന്ന് ഏറിയ നാൾ ഗൾഫിൽ ജോലി ചെയ്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയും മക്കളും എല്ലാം അങ്ങ് വട്ടം പിണങ്ങി. അപ്പോൾ പുള്ളി അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നതാ പുള്ളി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയും മക്കളും എല്ലാം പ്രശ്നമായി. അവസാനം ഭാര്യ പറഞ്ഞ്, നിങ്ങൾക്ക് പ്രായമായി, നിങ്ങളെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. പിന്നെ മക്കൾ പറയുന്ന സ്വത്ത് ഭാഗിച്ച് തരണം. കെട്ടിച്ചു വിട്ട പെണ്ണും പറയുന്നത് എനിക്ക് വേണ്ട പോലൊന്നും അപ്പം തന്നില്ലെന്ന്.
35 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട മനുഷ്യൻ വന്നിട്ട് ലോകത്തിലെ മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവസാനം ഭാര്യയും പറഞ്ഞു, എനിക്ക് നോക്കാൻ പറ്റത്തില്ല നിങ്ങളെ, കാരണം നിങ്ങളെ അസുഖം വന്നാൽ നോക്കാൻ പറ്റത്തില്ല. അവസാനം അന്ന് രാത്രി ആ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരെ വീണ്ടും വിളിച്ചേച്ച്, പിന്നെ കൊച്ചുമോനൊരു വിസയൊക്കെ എടുപ്പിച്ചോണ്ട് വന്നേ. അപ്പോൾ വിളിച്ചേച്ച് രാവിലെ മോൻ്റെ കൂട്ടത്തിൽ എവിടാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ ഗതി അത് അത്രയേ ഉള്ളൂ. ഞാൻ തിരിച്ചു പോകുക, കാരണം ഇവിടെ മക്കൾക്കും വേണ്ട, എല്ലാവർക്കും എന്ത് മതി? പണം മതി, കാശ് മതി എല്ലാവർക്കും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളോട് ഭയങ്കര സന്തോഷമാണെന്നൊക്കെയാണ്. സ്തോത്രം. പണമാണ് ഏറ്റവും വലുതായ കാര്യം ആളുകൾക്ക്. അദ്ദേഹം ദുഃഖത്തോടെ മടങ്ങി പോകാനിടയായി. അതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യം അല്ല വലുത്, ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പോകുന്ന കാര്യമാണ് വലുത്. അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുതായ കാര്യം. ഇവിടെ ഇത് ഒന്നാം പുനരുത്ഥാനം, ഈ ഒന്നാം പുനരുത്ഥാനത്തിന് ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞായിരുന്നു, 2-3 കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ സ്തോത്രം നമ്മൾ പഠിക്കുമ്പോൾ മഹോപദ്രവ കാലത്ത് കൊല്ലപ്പെടുന്ന ആളുകളുണ്ട്, കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ എഴുതപ്പെടുന്നവരുണ്ട്. അതുമാത്രമല്ല, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചായിരുന്നു, ഇത് 3ഉം ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. മനസ്സിലായോ? ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ അവൻ്റെ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ, അവരാണ് എങ്ങനെ 1000 ആണ്ട് കർത്താവിനോടുകൂടെ വസിക്കും. ഈ 1000 ആണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 സാക്ഷികൾ, മോശെ ഏലിയാവാന്ന് പറയുന്ന 2 സാക്ഷികൾ എന്ത് ചെയ്തായിരുന്നു? മഹോദ്രവത്ത് കാലത്തിൻ്റെ മധ്യഭാഗത്ത് അവർ ഉയർത്തെഴുന്നേൽപ്പാനിടയായി. വെളിപ്പാട് പുസ്തകം 11-ന്റെ 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന്, ദൈവത്തിങ്കൽ നിന്ന് ജീവശ്വാസമെങ്കിൽ വന്നു. അവർ കാലൂന്നി നിന്നു. ആരാ കാലൂന്നി നിന്നത്? മോശെ ഏലിയാവും. 2 സാക്ഷികൾ, കർത്താവ് അയച്ച സാക്ഷികൾ. അന്തിക്രിസ്തു അവനെ എന്ത് ചെയ്തു? കൊന്നു. അന്തിക്രിസ്തു കൊന്നു കഴിഞ്ഞ് അവരുടെ ശവങ്ങൾ 3.5 ദിവസം ആ വീതിയിൽ, യെരൂശലേമിൻ്റെ വീതികളിൽ കിടന്നു. സകല ഗോത്രങ്ങളും ഭാഷകളും വംശക്കാരും അവനെ കാണും. അവർ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ലോകത്തിന് അവനെ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇവർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ എന്താണ്? സ്തോത്രം. ജനത്തിന് ഭയങ്കര സന്തോഷമാണ്. അവർ മരിച്ചെന്നറിയുമ്പോൾ. അപ്പോൾ എല്ലാ വാർത്തകളിലും, കൊച്ചു പിള്ളേരുടെയിലുള്ള മൊബൈലിൽ പോലും അതെന്ത് ചെയ്യാം? കാണും. സകല ഗോത്രങ്ങളിലും. നമ്മൾ നേരത്തെ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന TV കാണുമെന്നായിരുന്നു. അന്ന് നമുക്ക് TV കാണുന്നതിനെക്കുറിച്ച് അറിയാവുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ കൊച്ചു മൊബൈലിലും ടാബിലും കമ്പ്യൂട്ടറിലും TVയിലും എല്ലാം എന്ത് ചെയ്യും? കാണാം. സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് സകല ഗോത്രങ്ങളും ഭാഷകളും വംശക്കാരും അത് കാണും. അപ്പോൾ ആ കാണുക എന്ന് പറയുന്നത് കർത്താവിങ്കൽ നിന്ന് ജീവശ്വാസം അവരുടെ മേൽ വന്നു. ഹല്ലേലൂയ. കർത്താവിങ്കൽ നിന്നൊരു ശ്വാസം ഉണ്ടായാലുണ്ടല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടിയാകട്ടോ. കർത്താവിങ്കൽ നിന്ന് നമുക്കൊരു ആശ്വാസം ഉണ്ടായാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടിയാണ്. സ്തോത്രം. ഇത് വേറൊരു കാര്യം. നമ്മുടെ മറുപടി കർത്താവിങ്കൽ നിന്ന് വരണം. ലോകത്തിൽ നിന്ന് വന്നിട്ട് കാര്യമില്ല. കർത്താവിങ്കൽ നിന്ന് വരണം നമ്മുടെ മറുപടി. കർത്താവിങ്കൽ നിന്ന് വരണം നമ്മുടെ മറുപടി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ ആളുകളും ഏത് പുനരുത്ഥാനത്തിൻ്റെ ഗണത്തിലാണ് വരുന്നതെന്നറിയാമോ? ഒന്നാം പുനരുത്ഥാനം. മനസ്സിലാക്കണേ. കാഹളം കേൾക്കുമ്പോൾ പോകുന്നത് മാത്രമല്ല, അതിന് 3.5 വർഷം മുമ്പ് എന്തു ചെയ്യും? കാഹളം കേട്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ആ സംഭവത്തിന് ശേഷമാണ് മഹോപദ്രവം.
അപ്പം അതും എന്ത് വരുമെന്നറിയാമോ? സ്തോത്രം, ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ വിടും. ആ ഒന്നാം പുനരുത്ഥാനത്തിൽ പറ്റുന്ന ആളുകളാണ് സ്തോത്രം സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരുന്നത്. സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുമ്പോൾ 3,60,000 ദിവസമാണ്, എന്ന് വെച്ചാൽ 1000 വർഷം. അപ്പോൾ യഹൂദൻ്റെ കണക്കനുസരിച്ച് ചന്ദ്രമാസ കണക്കാണ് അവരുടേത്. ചന്ദ്രമാസം എന്ന് പറയുമ്പോൾ അത് ചുറ്റി വരുന്നത് സ്തോത്രം 30 ദിവസത്തിൻ്റെ ഒരു ചക്രമാണ്. അപ്പോൾ 30 ദിവസത്തിൻ്റെ ആ ചക്രം വെച്ച് എന്ത് ചെയ്യുകയാണ്? 360 ദിവസം വെച്ച് 1000 വർഷം. അപ്പോൾ സഹസ്രാബ്ദ വാഴ്ചയെന്ന് പറയുന്നത്, സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചായിരുന്നു. ഇനിയും കുറേ കാര്യങ്ങളും കൂടെ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാനുണ്ട്. അന്നേരം ഉണ്ടാകുന്ന അനുഭവവും മനുഷ്യൻ്റെ അവസ്ഥകളും ഒക്കെ. അപ്പോൾ 1000 വർഷമെന്ന് പറയുമ്പോൾ 3,60,000 ദിവസം, റൈറ്റില്ലേ? 3,60,000 ദിവസം. ഈ 3,60,000 ദിവസം എന്ന് കേട്ടിട്ട് നമുക്ക് ചെറുതാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, 1000 വർഷമാണ് ഈ 3,60,000 ദിവസം. അപ്പം ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവ് വന്നു പോയിട്ട് എത്ര ആയി? 360 ആകുമ്പോൾ 7,20,000 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അത്രയും ദിവസമേ ഉള്ളൂ കർത്താവിൻ്റെ. എന്ന് വെച്ചാൽ കുറച്ച് ഈ 25 വർഷത്തിൻ്റെ ആ മാറ്റം കൂടെ വരും. അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ ചക്രം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, ഇപ്പം ഈ ലോകമെന്ന് പറയുന്നത് നമുക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത്. ഹല്ലേലൂയ. എന്നാ ചെറുതായിട്ട് തോന്നാൻ കാരണം? ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ? 24 മണിക്കൂർ കൊണ്ട് എത്താം വേണമെങ്കിൽ. ലോകത്തിൽ എവിടെ നിന്നാലും ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ അത്രയും കാര്യമേ ഉള്ളൂ. ഇപ്പോൾ അതിനേക്കാളിൽ വേഗതയുള്ള പ്ലെയിനുകളും സൂപ്പർസോണിക് കാര്യങ്ങളും അതുപോലെ ലോകത്തിലെ ഏത് കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലായിരിക്കുക. ഇപ്പോൾ വണ്ടികളൊന്നും രജിസ്ട്രേഷൻ ചെയ്യാൻ വണ്ടി കൊണ്ട് RTO ഓഫീസിൽ പോകണ്ട. കേരളത്തിലെ ഏത് RTO ഓഫീസിലും വണ്ടികൾ എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം ഇവിടെ നിന്ന് വിരൽത്തുമ്പിൽ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലിരുന്നാണ്ട് ബാങ്കിൻ്റെ എല്ലാ ഇടപാടും നടത്താം. ബാങ്കിൽ പോകണ്ട. വീട്ടിലിരുന്നു കൊണ്ട് സ്തോത്രം ബാങ്കിൽ നമ്മുടെ ആ ആപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ അയച്ചു കൊടുക്കാം, ഇങ്ങോട്ട് മേടിക്കാം, എല്ലാം ചെയ്യാം. അങ്ങോട്ട് പോകണ്ടെന്ന് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലായി. നമ്മുടെ ഇനിയും വാട്ടർ ചാർജ് അടയ്ക്കാനോ കറണ്ട് ചാർജ് അടയ്ക്കാനോ ഒന്നും നമ്മൾ പോകണ്ട, നമ്മുടെ വിരൽത്തുമ്പിലായി. നമ്മുടെ പഞ്ചായത്തിൻ്റെ കരം പോലും അടയ്ക്കാൻ നമ്മളിനിയും പഞ്ചായത്തിൽ പോകണ്ട, എല്ലാം വിരൽത്തുമ്പിലായി. എല്ലാ കാര്യവും അതുപോലെ ശാസ്ത്രം വളർന്നു. അതുപോലെ ശാസ്ത്രം അങ്ങ് വളർന്നേക്കുവാ. ഇപ്പം ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണം കൂടെ ഈ ജ്ഞാനം വർദ്ധിക്കുന്നതും കേട്ടോ. ജ്ഞാനം വർദ്ധിക്കുക എന്ന് പറയുന്നതും അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. സ്തോത്രം. ഇനി നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആമേൻ കർത്താവേ നിൻ്റെ രാജ്യം വരേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന അറിയാമല്ലോ. നിൻ്റെ രാജ്യം വരേണമേ. നിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ഈ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. നിൻ്റെ രാജ്യം വരേണമേ. ആ ഒരു രാജ്യം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ ദൈവം എന്ത് ചെയ്യാൻ പോവുക? സ്ഥാപിക്കാൻ പോവുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും വേറെ ഇടപാടാണ് കേട്ടോ. ഈ സഹസ്രാബ്ദ വാഴ്ച സ്തോത്രം ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ഈ കാര്യം എന്ത് ചെയ്തു? പഠിപ്പിച്ചു. അപ്പോൾ ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥന ചൊല്ലിയാൽ അങ്ങ് രക്ഷപ്പെടുമെന്നാ. സത്യത്തിൽ നിൻ്റെ രാജ്യം വരേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു ഒരുക്കവും വേണ്ടേ ആളുകൾക്ക്? രാജ്യം വരേണമേ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു ഒരുക്കം വേണ്ടേ? ഒരു കല്യാണമോ പരിപാടിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇവിടെ നടക്കുകയാണെങ്കിൽ നമുക്കെന്തോ ഒരു ഒരുക്കമാണ്. അപ്പം അവൻ്റെ രാജ്യം വരണമെങ്കിൽ അതിനുവേണ്ടി നമുക്കൊരു ഒരുക്കം വേണം. സ്തോത്രം. ശ്രദ്ധിക്കണേ,
ഇനി ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞു പോകുന്നത് ഇത് നമ്മുടെ മനസ്സിലോട്ട് നമുക്ക് പതിയാൻ വേണ്ടിയാണ് കേട്ടോ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 22, 23 വാക്യം കൂടെ വായിക്കാം. 1 Corinthians chapter 15 verse 22 and 23. 1 Corinthians 15, 22 and 23. 1 Corinthians. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ, വളരെ ശ്രദ്ധിക്കുക, ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. നമ്മൾ വളരെ ശ്രദ്ധിക്കാൻ നടന്നു പോകാം. ആദാമി വർഗം മുഴുവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ ആ വർഗം മുഴുവനും മരിക്കും. അപ്പോൾ അതിനകത്ത് എക്സംഷൻ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ആർക്കൊക്കെയാണ് വന്നേക്കുന്നത്? ഹാനോക്കിനും ഏലിയാവിനും അല്ലേ? നമ്മൾ ബൈബിൾ ക്ലാസ് അല്ലേ? ഹാനോക്കും ഏലിയാവും മാത്രമേ ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ളൂ? മരിക്കാതെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മരിച്ചു. ഇനി ഏലിയാവ് വന്ന ഭൂമിയിൽ വന്ന് മരിക്കും. ഹാനോക്കിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഹാനോക്കിനെ കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ എന്ത് ചെയ്തു? കാണാതെയായി. മോശയും മരിച്ചു. മോശ മരിച്ചു, ദൈവം അവനെ അടക്കിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ദൈവം അവനെ അടക്കിയ സ്ഥലം എവിടെയാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? ഈ തീർത്ഥാടനമൊക്കെ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. മോശയുടെ ശവം അടക്കി വയ്ക്കുന്ന കുടീരം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തീർത്ഥാടനം പോവും. ഇന്ന് ഞാൻ നമ്മുടെ ഷിംഷോൻ്റെ കല്ലറ ഒന്ന് കണ്ടായിരുന്നു. ഷിംഷോൻ്റെ കല്ലറ ഇതിനകത്ത് ഷിംഷോൻ്റെ കല്ലറ ഭയങ്കരമായിട്ട് വലിയൊരു കല്ലറ പണിത് വെച്ചേക്കുക. ഒരു കടലിൻ്റെ തീരത്താണ് അത് ഇരിക്കുന്നത്. ഞാൻ കണ്ടത്, അവർ കാണിച്ചത് എനിക്കറിയത്തില്ല, ഞാൻ അവിടെ പോയി കണ്ടതല്ല, എൻ്റെ മൊബൈലിൽ കണ്ടതാണ്. ഷിംഷോൻ്റെ കല്ലറ. അപ്പോൾ കല്ലറ കാണുന്നതിൻ്റെ അല്ല. അപ്പോൾ ഷിംഷോൻ്റെ കല്ലറ എന്നും പറഞ്ഞ് യഹൂദന്മാർ ഇപ്പോഴും ഒരു കല്ലറ പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിംഷോൻ എന്ന് പറഞ്ഞ ഒരാൾ വേദപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ സമയത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വേദപുസ്തകം സത്യമല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതെല്ലാം സത്യമായ കാര്യമാണ്. അപ്പോൾ നാം ചിന്തിച്ചു വരുന്നത് ആദ്യഫലമായി ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും എന്ത് ചെയ്യും? ജീവിക്കപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല കേട്ടോ. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അതിന് ദുഷ്ടന്മാരാണേലും യേശു ഉയർത്തെന്നിട്ടോ അവർ ഉയർത്തെഴുന്നേക്കും. പക്ഷേ അവർ ശിക്ഷാവിധിക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. വായിച്ചോ. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ഓരോരുത്തരും താന്താന്റെ നിരയിൽ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ള വരവെങ്കിൽ. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണമേ. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ആദ്യഫലം ആരാണ്? ക്രിസ്തുവാണ്. ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ക്രിസ്തുവാണ്. അതേ അർത്ഥത്തിൽ സ്തോത്രം, ആദ്യഫലം ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിനുള്ളവർ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? അവൻ്റെ വരവിങ്കൽ. അത് അവൻ്റെ രഹസ്യ വരവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. സ്തോത്രം, ഓരോരുത്തരും ഓരോ നിര. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷം ഈ മഹോപദ്രവ കാലത്ത് ഒത്തിരി പേര് കൊല്ലപ്പെടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചായിരുന്നു, യാഗപീഠത്തിൻ്റെ കീഴിൽ കിടക്കുന്ന ആത്മാക്കൾ, നാഥ ഞങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി നീ പ്രതികാരം ചെയ്യുകയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, ഇനിയും മരിപ്പാനുള്ളവരൂടെ വന്നു ചേരുവോളം നിങ്ങൾ അടങ്ങി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പാർക്കണമെന്ന് പറഞ്ഞു. അവർ വന്നു ചേരുവോളം. അപ്പം ആ ഒരാഴ്ചവട്ടത്തിലുണ്ടാകുന്ന മരണം എന്ന് വെച്ചാൽ ശിരസ് ഛേദിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടവരും അവർ എല്ലാവരും കൂടി എന്തു ചെയ്യും? കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷയുടെ സമയത്ത് അവരെല്ലാവരും എന്തു ചെയ്യും? ഉയർക്കും. മനസ്സിലായോ? നമ്മുടെ ഈ ഉയർപ്പെന്ന് പറയുമ്പോൾ കർത്താവ് ആഹളം കേൾക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ.
പിന്നെ ഈ മഹോദ്രവ കാലത്ത് മരിച്ചു പോയ ആളുകൾ 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഏലിയാവും മോശയും അവരുയർത്തെഴുന്നേറ്റ് പോയി. അത് ഒന്നാം പുനരുത്ഥാനം. പിന്നെ അവൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ സമയത്ത് എന്തു ചെയ്യും? സകല വിശുദ്ധന്മാരും, ആദാം മുതലുള്ള സകല ആളുകളും, സ്തോത്രം. നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ പറയുന്നതല്ല, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, വേദശാസ്ത്രികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമവിശുദ്ധന്മാരെപ്പോഴാണ് ഉയർക്കുന്നതെന്ന് സ്വാഭാവികമായ ഒരു ചിന്തയുണ്ട്. നമ്മൾ മനസ്സിലാക്കി പോകണം. പഴയ നിയമവിശുദ്ധന്മാർ ആർക്കും അതിന് പൂർണ്ണമായ ഒരു ഉത്തരം തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പഴയ നിയമവിശുദ്ധനായ ദാനിയേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. പഴയ വിശുദ്ധന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ദാനിയേൽ. അപ്പോൾ യെഹെസ്കേൽ പറയുന്ന ഒരു പ്രവചനത്തിലൊരു കാര്യമുണ്ട്. നോഹ, ദാനിയേൽ, ഇയ്യോബ്, നിങ്ങൾ കേട്ടിട്ടില്ല? ഈ 3 പുരുഷന്മാർ മധ്യസ്ഥ എന്നാലും കർത്താവ് എന്ത് ചെയ്യുകയല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ആളുകൾ എടുത്തു പറയാം, നോഹ, ദാനിയേൽ, ഇയ്യോബ്, ഈ 3 പുരുഷന്മാർ അവിടെ ഉണ്ട്, നടക്കത്തില്ല. അപ്പോൾ ഇവരെല്ലാം ദൈവത്തിന് പ്രധാനപ്പെട്ടവരാണ്. അപ്പോൾ ഏറ്റവും പ്രധാനിയായ ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്. അവസാനം ദാനിയേൽ മരിക്കുന്നതിന് മുമ്പ് അവനോട് പറയുകയാണ്, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ. ഞാൻ ഇന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കിന്ന് കൺഫ്യൂഷൻ തോന്നി, ഇത് എങ്ങനായിരുന്നു സമർത്ഥിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കാരൻ ഡോക്ടർ എഡിസൺ തോമസ്, നമ്മുടെ ഏഞ്ചലിൻ്റെ പപ്പ, ബൈബിൾ സ്കൂളിൽ അനേക സ്കൂളിൽ പഠിപ്പിക്കുന്ന. അപ്പോൾ പുള്ളിയെ വിളിച്ചപ്പം പുള്ളി 3 മണിക്കാണ് ഉച്ചയ്ക്ക്. പുള്ളി വചനം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിയും സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു കാര്യം. അദ്ദേഹമാണ് എനിക്ക് ആ പോയിൻ്റ് പറഞ്ഞു തന്നത്. ദാനിയേലിനോട് പറയുന്നു, നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക, പോയി വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് വ്യാഖ്യാനിക്കാം. മഹത്വ പ്രത്യക്ഷതയുടെ സമയത്തെന്ന് വേണമെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? വ്യാഖ്യാനിക്കാം. അങ്ങനെ ആകണം അതിൻ്റെ കാര്യം. കാരണം എന്നാന്ന് ചോദിച്ചാൽ 7 വർഷമെന്ന് പറയുന്നത് നമുക്കാണ് വലുത്. കർത്താവിന് 1000 സംവത്സരം ഇന്നലെ രാത്രി കഴിഞ്ഞു പോയ ഒരു യാമം പോലെ മാത്രമേ ഉള്ളൂ. ഇന്നലെ 1000 സംവത്സരം എന്ന് പറഞ്ഞാൽ നിൻ്റെ ദൃഷ്ടിയിൽ രാത്രിയിൽ കഴിഞ്ഞു പോകുന്ന യാമം. രാത്രി കഴിഞ്ഞു പോകുന്ന യാമം. ഞാൻ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു യാമം അറിയാറില്ല. നേരം വെളുത്തിവിടെ എൻ്റെ ഭാര്യ തട്ടിപ്പടിച്ച് എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കുമ്പോഴാണ് 5 മണിയാകുമ്പോഴാണ് അറിയുന്നത്. അല്ലാതെ ഒരു യാമവും ഇടയ്ക്ക് അങ്ങനെ എഴുന്നേക്കാറേ ഇല്ല. വല്ലപ്പോഴും എങ്ങാനും എഴുന്നേറ്റെങ്കിലേ ഉള്ളൂ, എഴുന്നേക്കാറേ ഇല്ല. ഞാൻ ഒരു യാമവും കണ്ടിട്ടില്ല കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ രാത്രിയിലെ യാമം എന്ന് പറയുമ്പം നമ്മൾ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുന്ന അത്രയുള്ള 1000 വർഷം. അപ്പോൾ ഈ 7 വർഷമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ദൈവത്തിന്. അപ്പം എൻ്റെയും നിങ്ങളത് പഠിച്ചു പോകണം, പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ഈ പഴയ വിശുദ്ധന്മാർ ആ സമയത്താണ് ഉയർക്കുന്നതെന്നാണ്. ദാനിയേലിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ അബ്രഹാമിനോടും അങ്ങനെ തന്നെ ആയിരിക്കുകയല്ലേ. നീയോ എങ്ങനെ പറഞ്ഞ അവസാനം വരുവോളം പോയിക്കൊള്ളുക, പോയി വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ ഏതെങ്കിലും വിശുദ്ധൻ ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വിശുദ്ധരും ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പുതിയ നിയമത്തിലെ ഒരു വിശുദ്ധരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഈ മധ്യസ്ഥന്മാരായിട്ട് നമ്മൾ വാഴിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നവരെല്ലാം അവർ വിശുദ്ധന്മാരാണ്, ഒരെതിരുമില്ല. പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല? ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവർ ഉയർത്തെഴുന്നേക്കുന്ന നമ്മളോടൊപ്പമേ ഉയർക്കത്തുള്ളൂ. പിന്നെ അവരോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ വിശുദ്ധന്മാരെല്ലാം കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ അവൻ്റെ രഹസ്യ വരവിലെ ഉയർത്തെഴുന്നേക്കത്തുള്ളൂ.
അല്ലാതെ അവർ ഉയർത്തെഴുന്നേക്കത്തില്ല. യേശുവിൻ്റെ അമ്മയായ മറിയ പോലും ഉയർത്തെഴുന്നേക്കണമെങ്കിൽ നമ്മളോടൊപ്പമാണ്. അഹങ്കാരം പറയുന്നതല്ല, വചനം അങ്ങനെ പറയുന്നത്. ക്രിസ്തുവിൽ മരിച്ച എല്ലാവരും നമ്മൾ മുമ്പേ വായിച്ചു തന്നെ, ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. ശ്രദ്ധിച്ച് കേൾക്കണേ, ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. അപ്പോൾ പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാവരും കർത്താവിൻ്റെ വരവെങ്കിലേ ഉയർത്തെഴുന്നേക്കത്തുള്ളൂ. ഇപ്പോൾ അവർ വിശ്രമിക്കുക, അവരുടെ ആത്മാക്കൾ വിശ്രമിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കഴിയുമെന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ ദുരുപദേശമാണ്, പണത്തിന് വേണ്ടിയാണ്. ഓരോ വിശുദ്ധന്മാരുടെ സ്വർഗാരോഹണ പെരുന്നാളൊക്കെ നമ്മൾ നടത്തുക എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതോ വേദപുസ്തകം പറഞ്ഞതോ അല്ലത്. അത് ഓരോ സംഘടനകൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ശ്രദ്ധിക്കണം. അപ്പോൾ സ്തോത്രം, നീയോ അവസാനം വരുവോളം പോയിക്കൽക, പോയി എന്തു ചെയ്യുക, വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. കാലാവസാനം. അപ്പോൾ പഴയ വിശുദ്ധന്മാർ അങ്ങനെയാണ്. ഇനിയും വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിന് നമുക്ക് പറയാനുള്ളൊരു തരും, അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 28-ാമത്തെ വാക്യം, ഡ്യൂട്രോണോമി 29:28. ഈ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. അതൊന്ന് അടിവരയിട്ട് വെച്ചേക്കണേ. ഈ ചില കാര്യങ്ങൾ ആവർത്തന പുസ്തകം 29:28, ആവർത്തനം 29:28, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാ. അപ്പം നമ്മൾ അറിയേണ്ട കാര്യമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത്രയുള്ള ഈ തലയ്ക്കകത്തോട്ട് എന്തോ കയറാനാണ്. ഈ നമ്മൾ അറിയേണ്ട കാര്യം രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും വരാനുള്ളതിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ അത് ദൈവത്തിനുള്ളതാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാ എത്രേ. അപ്പം അത് മറഞ്ഞിരിക്കുക. പഴയ വിശുദ്ധന്മാർ ഈ കൂട്ടത്തിലുണ്ടോ എന്താന്നുള്ളത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. സ്തോത്രം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയപ്പം ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ കാലം എപ്പോഴാണെന്ന് വെച്ചാൽ ലോകാവസാനത്തിൻ്റെ കാലവും ആ കാലം എത്രയാണെന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അതെൻ്റെ പിതാവ് അറിയുന്നു. വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ചോദ്യമാട്ടെ. എൻ്റെ പിതാവ് അറിയുന്നു, പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ പുത്രനെന്ന് ഉദ്ദേശിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് ആ ഒരു കാര്യം പിതാവ് തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കർത്താവ് അതിന് നമുക്ക് പറഞ്ഞു തെളിയിച്ചു തന്നു. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് എന്ത് ചെയ്തോണം? ഒരുങ്ങിയിരുന്നോണം. ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങളും പറഞ്ഞു. ലോകത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ തന്നെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദൂഷകന്മാരും എല്ലാവർക്കും. ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഇപ്പം എല്ലായിടത്തും ലാഭം ഉണ്ടാക്കിയാണ് മനുഷ്യൻ്റെ പണി. ഈ കരിക്കൊന്നും മേടിച്ച് കുടിക്കരുത് കേട്ടോ. അതിനകത്ത് വരെ വിഷം അടിച്ച് കയറ്റുക. അതിൻ്റെ വേരയല്ലേ. പച്ചക്കറി ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ മുഴുവൻ വിഷമാണ്. അതുപോലെ വിഷം കളയാൻ എന്തെങ്കിലും നമ്മൾ ചെയ്താലേ പറ്റത്തുള്ളൂ. ആപ്പിളൊക്കെ പിള്ളേർക്ക് മേടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആർത്തിയാണ്. അതാ തൊലിയെപ്പടി അങ്ങ് തിന്നും. അതിൻ്റെ തോലയിലൊക്കെ മെഴുക് വരെ പുരട്ടിയിട്ടുണ്ടെന്ന്. വലിയ ആപ്പിള്, പേട്ട ആപ്പിൾ നമ്മൾ മേടിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അതിലാരും പണിയേല. മേടിക്കുവാണെങ്കിൽ ഓട്ടോറിക്ഷ വിൽക്കുന്ന ചെറിയ ആപ്പിൾ മേടിച്ചോ, അതിൽ ഒത്തിരി പണിയേല ആളുകൾ. കാരണം അത് വേസ്റ്റാണ്.
അപ്പോൾ അതിൽ പണിതിട്ട് വലിയ സുന്ദരൻ സാധനമൊക്കെ ഉണ്ടല്ലോ, മെഴുക. അപ്പോൾ ഇതെല്ലാം ലാഭം ഉണ്ടാക്കി ഇപ്പം എന്നെ എല്ലായിടത്തും ക്യാൻസറും പ്രശ്നവും എല്ലാം വരുന്നത് എന്നാ, ഈ രോഗങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്ന മുഴുവൻ സകലം. ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ വെള്ള ഉടുപ്പയിൽ ഈ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ കറിയുടെ ചാറും കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ജന്മത്തത് പോകുകയല്ല. മഞ്ഞൾ അവിടെ എന്തെല്ലാം കാണിച്ചാലാണ് പോകുന്നത്, എന്തോ ഈ സാധനം. അപ്പോൾ അതുപോലെ കെമിക്കലാണ് നമ്മൾ കഴിക്കുന്നത് ലാഭത്തിന് വേണ്ടി. ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നാം ചിന്തിച്ചു വന്നത്, ഇത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കുള്ളവയല്ല. മനസ്സിലായോ? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. സ്തോത്രം. ഈ ഒന്നാം പുനരുത്ഥാനവും രണ്ടാം പുനരുത്ഥാനവും ഉണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 വാക്യങ്ങൾ വായിക്കാം. അത് വെള്ളസിംഹാസനത്തെക്കുറിച്ച് പറയുന്ന റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് 11 ഓൺവേഴ്സ്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതാണ് രണ്ടാമത്തെ പുനരുത്ഥാനമാണ്. വെളിപ്പാട് 20-11 പോലെ വരുമ്പോൾ പിന്നെ പുനരുത്ഥാനം ഇല്ല. ആ പരിപാടി തീർത്തു. രണ്ടാം പുനരുത്ഥാനം 20-ാം അധ്യായം 11 പോലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, സകല ദുഷ്ടന്മാരുടെയും പുനരുത്ഥാനമാണ്. സകല ദുഷ്ടന്മാർ, കയ്യും തുടങ്ങിയുള്ള താഴോട്ടുള്ളത് എല്ലാവരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സ്തോത്രം. എന്നിട്ട് അവരെ ചെയ്യുന്ന എന്താ? സ്തോത്രം. തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതാണ് നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയുമ്പോൾ പറയാറുണ്ട്, പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയും, ഞാൻ പലപ്പോഴും ആവർത്തിക്കുന്ന, കർത്താവേ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഇവനെ ഓർക്കണേ എന്ന് പറഞ്ഞ് നീട്ടി അങ്ങ് പറയും. ഈ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ പോയാൽ അവൻ്റെ ഒടുക്കത്തെ പോക്കാം, പിന്നെ അവനെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ എന്തൊരു സ്നേഹമാണ് ഞങ്ങളുടെ അപ്പനെക്കുറിച്ച്. ഒടുക്കത്തെ പുനരുത്ഥാനം നല്ല സ്വരവാസനയുള്ളവരാണെങ്കിൽ നല്ല രസമാണ് കേൾക്കാൻ. ഈ സ്വരവാസന ഒരു നല്ലതാണ് കേട്ടോ. അതാ വാസന നല്ല, അതിനെതിരല്ല ഞാൻ. സ്വരവാസന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വരവാസന വേദപുസ്തകം നല്ല സ്വരവാസന വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ അങ്ങനത്തെ കാസറ്റ് മേടിച്ചിട്ട് കേൾക്കണമെന്നാണ്. ഹല്ലേലൂയ. അത് നല്ല രസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഒടുക്കത്തെ പുനരുത്ഥാനത്തിലാണ് പോകുന്നതെങ്കിൽ അവൻ്റെ കാര്യം പോക്കാം. ഞാൻ പറയട്ടെ, ഏകദേശം 90% ക്രിസ്ത്യാനികൾക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കർത്താവ് വരുമെന്നും അറിയത്തില്ല, കർത്താവ് ഇങ്ങനെ മധ്യാകാശത്ത് വരുമെന്നും അറിയത്തില്ല, സഹസ്രാബ്ദ വാഴ്ചയൊന്നും അറിയത്തില്ല. അതിന് അവിടെ ഇവിടങ്ങളായിട്ട് ദൈവം ഓരോരുത്തരെ ഏകീപ്പിച്ചേക്കുന്നതും നമ്മൾ ഈ നടന്ന പരസ്യവും നടത്തുന്നത് ഈ കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. ദൈവം ദൈവത്തിൻ്റെ ദൗത്യം തീർക്കുമല്ലേ. ദൈവം അറിഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി ആ കാര്യം തീർക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വായിച്ചേ. ഗോസ്പൽ ഓഫ് ജോൺ 5 chapter 28 and 21. ഗോസ്പൽ ഓഫ് ജോൺ 5, 28 and 29. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 5-28-29 വാക്യങ്ങൾ. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കണ്ടോ, കർത്താവ് പറയുകയാണ് എന്താണ്? നന്മ ചെയ്തവർ ജീവനായും. കല്ലറകളുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. സകല മനുഷ്യരും അവൻ്റെ ശബ്ദം കേൾക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് 20-ാം അധ്യായം 11 വാക്യം പറഞ്ഞ് എല്ലാ രീതിയിലും മരിച്ചവരവിടെ ചെല്ലും. കടലിൽ പോയാലും കായലിൽ പോയാലും എല്ലാവരും ചെല്ലും. അപ്പോൾ കർത്താവ് പറഞ്ഞു, കല്ലറകളുള്ള സകലരും എന്ത് ചെയ്യും? അവൻ്റെ ശബ്ദം കേൾക്കും.
ഈ കടലും കായലും എന്നൊക്കെ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെ ചില ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ചിതാഭസ്മം എല്ലാം കൂടെ എടുത്തു കൊണ്ടുവന്ന് കൊല്ലത്തും കായലിലും ഒക്കെ എന്തു ചെയ്യും? വലിയ വലിയ നദികളിൽ ഒഴുക്കും. ഇതെവിടെ ചെന്ന് പറ്റൂ? ഇതെല്ലാം കൂടെ എവിടെ ചെതറിപ്പോയി? എവിടുന്ന് വരും? പക്ഷേ കർത്താവ് പറയുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചെന്ത് ചെയ്യും? ചേർക്കപ്പെടും. ആറ്റം ചേർക്കപ്പെടുന്ന പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കാണണമെന്നുണ്ട്. ഈ സൂചിയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ വലിയ ഇടങ്ങളിലൊക്കെ ഏറ്റവും അവസാനം ഒരു മെഷീൻ അങ്ങ് കാന്തം വെച്ചൊരു ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മുഴുവനും അതിലെന്ത് ചെയ്യും? പിടിക്കും. അപ്പോൾ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ഭൂമിയിൽ അലിഞ്ഞ് ഏർന്നിരിക്കുന്ന മുഴുവനും എന്തു ചെയ്യും? വരും. സ്തോത്രം, ഹല്ലേലൂയ. കല്ലറകളുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക എന്ത് ചെയ്യുന്നു? വരുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. എബ്രായർ 11:35 വായിച്ചേ. അന്നത്തെ കാലത്തെ ആളുകളെക്കുറിച്ച് പറയും, അവരൊത്തിരി കഷ്ടപ്പെട്ടു. ഹീബ്രൂസ് ചാപ്റ്റർ 11:35. ഹീബ്രൂസ് ചാപ്റ്റർ 11:35. എബ്രായ ലേഖനം 11:35. അന്നുള്ള ആളുകൾ ഭേദ്യം എങ്ങനെയാണ്? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനായി തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. നല്ലൊരു ഉദ്ധാരണം ലഭിക്കേണ്ടതിന് വേണ്ടി, ഏറ്റവും നല്ലൊരു പുനരുദ്ധാനം ലഭിക്കേണ്ടതിന് വേണ്ടി രക്ഷപ്പെടാതെ നിന്നുകൊടുത്തു. ഭേദ്യമേറ്റു, കൊല്ലപ്പെട്ടു. കർത്താവിനെ തള്ളിപ്പറയാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ അവർ കൊല്ലപ്പെടാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ നല്ലൊരു പുനരുദ്ധാനം അവർക്ക് വേണം. നല്ലൊരു പുനരുദ്ധാനത്തിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? അങ്ങനെ ആരെങ്കിലും നിന്നു കൊടുക്കുമോ? ഹല്ലേലൂയ. നല്ലൊരു പുനരുദ്ധാനത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഹമാസ് ഗസേ കയറിയിട്ട് ഹമാസിനെതിരായി മറ്റുള്ള ആളുകളെയൊക്കെ പിടിച്ച് എത്ര പേരെ കൊന്നെന്നറിയാവോ? അവരെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ കണ്ടായിരുന്നു. കാലും കൈയും മുട്ടയെ നിർത്തി തലേ മുഖത്ത് തുണിയിട്ട് മുട്ട നിർത്തി പുറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുക. സ്തോത്രം. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതേസമയം കർത്താവിന് വേണ്ടിയാണ് കൊല്ലപ്പെടുന്നതെങ്കിലോ നല്ലൊരു പുനരുത്ഥാനം ലഭിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഈ വെളിപ്പാട് 20:6 ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. വെളിപ്പാട് റെവലേഷൻ 20:6. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. നമ്മളിപ്പോ പറഞ്ഞ ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. ആ വാക്യം ഒന്നോട് വായിച്ച് സ്തോത്രം ശ്രദ്ധിക്കാൻ വായിക്കാം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഏതാ രണ്ടാം മരണം? വെളിപ്പാട് പുസ്തകം 20:11 മുതൽ പറഞ്ഞ ആ മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 വർഷം വാഴും. ദൈവമക്കൾ, അതിനകത്ത് നമ്മളുണ്ട്. അവർ ദൈവത്തിന് എന്ത് ചെയ്യും? സ്തോത്രം. ആ പുരോഹിതന്മാർ. വെളിപ്പാട് പുസ്തകം 5:10 വായിച്ച് അവസാനിപ്പിക്കാം. പിന്നീട് സഹസ്രാബ്ദ കാലത്തെ അവസ്ഥകളെക്കുറിച്ചാണ് അടുത്ത ആഴ്ച മുതൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. സഹസ്രാബ്ദ ആഴ്ചയിൽ പല രീതിയിലുള്ള അവസ്ഥകളുണ്ട്. വെളിപ്പാട് പുസ്തകം 5 ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. യോഹന്നാൻ കാണുക. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയാം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന് വെച്ചാൽ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ അവര് ഭൂമിയിൽ വാഴും. സ്തോത്രം. സഹസ്രാബ്ദത്തില് അവര് ക്രിസ്തുവിനും ദൈവത്തിനും എന്ത് ചെയ്യാന്ന്? ആ ഭൂമിയിൽ വാഴുന്നു. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. സ്തോത്രം. അവർ ഭൂമിയിൽ വാഴുന്നു. നമ്മൾ വാഴാനുള്ളവരാ കേട്ടോ. എന്നാലെങ്കിൽ നമുക്കൊരു സ്തോത്രം വരുമോ? നമ്മൾ വാഴാനുള്ളവരാ. ദൈവസന്നിധി ഇപ്പം നമുക്കൊന്നും കറയാനോ എടുക്കാനോ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ അവസ്ഥയൊക്കെ വിഷമമാണ്.
ഇപ്പോൾ നമ്മുടെ അവസ്ഥയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് പോകുന്നത്. എന്നാൽ സ്തോത്രം, നാം വാഴുവാനുള്ളവരാണ്. പ്രിയമുള്ളവരെ, കർത്താവ് വരും, കർത്താവിൻ്റെ വരവടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനമൊക്കെ നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരോട് വെറുതെ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കണം. ഞാൻ അങ്ങനെ സുവിശേഷം പറയുന്നത്, ആരോടെങ്കിലുമൊക്കെ ഒത്തു കിട്ടിയാൽ ഇങ്ങനെ ഇച്ചിരി കാര്യങ്ങൾ പറയും. കാരണം ഇത് പറയണം, ഇങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ കേൾക്കാൻ നമ്മുടെ സ്വന്തക്കാരെയൊക്കെ ഫോൺ വിളിച്ചിട്ടാണേലും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വിശേഷമൊക്കെ ചോദിച്ചേച്ച് പറയണം, ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയണം. ഫോണിലാണേലും പറയണം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, കർത്താവ് വരും, ഇങ്ങനെ ഒരു വാഴ്ചയുണ്ട്, അവിടെ നമുക്ക് ഒന്നിച്ച് കാണണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, ചേച്ചിമാർ, ചേട്ടന്മാർ, ആങ്ങളമാർ, കൊച്ചപ്പന്മാർ, വല്യപ്പന്മാർ, ഇവരൊക്കെ നമ്മളോടൊപ്പം കാണണമെങ്കിൽ സ്തോത്രം ഈ അവസ്ഥ വന്നാലേ പറ്റത്തുള്ളൂ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.